അതായത് സിംഹത്തിന്റെ മുന്നിലെ ആട് ഭക്ഷണം കഴിക്കാൻ പേടിച്ചു നിൽക്കണ പോലെയാണ് ഇടതുപക്ഷത്തിന്റെ മുന്നിലെ വ്യവസായികൾ നിൽക്കുന്നത്. അപ്പൊ കേരളത്തിൽ തൊഴിലില്ലായ്മ, അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു എന്നതാണ് ഇവിടെ വ്യവസായം വളരുന്നില്ല എന്നുള്ളതിന്റെ തെളിവ്. വേറെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യമില്ല എന്ന് ഈ പറയണേ. MBA പാസ്സായവരും MA പാസ്സായവരും PhD കിട്ടിയവരും 15,000 രൂപയ്ക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. കഴിഞ്ഞ മാസം പ്രസിദ്ധീകൃതമായ കത്തോലിക്ക സഭ മാസികയിൽ റഷ്യ കേരളത്തിൽ ആവർത്തിക്കുമോ എന്ന പേരിൽ ഞാൻ ഒരു ലേഖനം എഴുതി. അപ്പോൾ അത് വായിച്ചിട്ട് ചിലർ എന്നോട് ചോദിച്ചു, ഈ പറയുന്നതൊക്കെ ഡാറ്റയുടെ പിൻബലത്തോട് കൂടിയിട്ടാണോ സംസാരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഡാറ്റ കൂടാതെ തന്നെ നമുക്ക് ചിന്ത കൊണ്ട് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ശാസ്ത്രീയമായി പറയുക അനലിറ്റിക് അപ്രയോറി എന്നാണ്. അനലിറ്റിക്, ചിന്ത കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയുന്ന സത്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കേരളത്തിൽ റഷ്യ ആവർത്തിക്കുമോ എന്ന് ചോദിക്കാനുള്ള കാരണം, അത് ഞാൻ വിമർശിക്കുന്നത് ഇടതുപക്ഷ ബദലിനെയാണ്. അപ്പൊ ഇടതുപക്ഷ ബദലിനെ വിമർശിക്കുമ്പോൾ അത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയെയോ ഇടതുപക്ഷത്തെയോ നയിക്കുന്ന മന്ത്രിമാരുടെ കഴിവ് കുറവിനെയല്ല വിമർശിക്കണേ, അവരുടെ ആത്മാർത്ഥതയില്ലായ്മയെ അല്ല ചോദ്യം ചെയ്യുന്നത്. അവരെത്ര നല്ലവരായാലും മാർക്സിസം മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക നയങ്ങളനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് വളർത്തുക അസാധ്യമാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതായിട്ട് വ്യാഖ്യാനിക്കരുത്. കാരണം ആദ്യം തന്നെ നിങ്ങൾ പരിശോധിക്കേണ്ടത്, മാർക്സിയൻ കമ്മ്യൂണിസം നടപ്പിലാക്കിയ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത് വികസനം ഉണ്ടായിട്ടുണ്ടോ? ആ വികസനം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇപ്പോൾ കാണുന്ന റഷ്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ലെനിൻ അധികാരം കിട്ടിയ ആദ്യത്തെ 3 കൊല്ലം കൊണ്ട് തന്നെ വാർ കമ്മ്യൂണിസം അവസാനിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതിയ കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കിയാൽ ജനം പട്ടിണി കിടന്ന് മരിക്കും. റഷ്യ അതിഭീകരമായ ക്ഷാമത്തെയാണ് 1921 നേരിടേണ്ടി വന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ, റേഷൻ. ആ അവസ്ഥയിലേക്ക് റഷ്യ എത്തിച്ചേർന്നതുകൊണ്ടാണ് അവിടെ റവല്യൂഷൻ വീണ്ടും ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ലെനിൻ തീരുമാനിക്കുകയാണ്, നമുക്ക് കൺട്രോൾഡ് ക്യാപിറ്റലിസമാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ തുറന്നു പറയുന്നു, നിയന്ത്രിത ക്യാപിറ്റലിസമാണ് ശരിയായ രീതി. ഈ കേരളത്തിൽ അതിനു പകരം ഇപ്പോഴും കേരളത്തിലെ പ്രമുഖ പാർട്ടിയായ CPM-ന്റെ നേതാക്കൾ സ്വപ്നം കാണുന്നത് AI വരുമ്പോൾ തൊഴിലില്ലായ്മ പടർന്ന് ഉണ്ടാകുന്ന വിപ്ലവത്തെക്കുറിച്ചാണ്. അതൊക്കെ വെറും നുണയാണ്. കാരണം ഈ നയങ്ങൾ നടപ്പിൽ വരുത്തിയപ്പോൾ റഷ്യക്കുണ്ടായത്, റഷ്യയുടെ കാർഷിക വ്യവസ്ഥിതി പാടെ തകർന്നു. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷക്കാരുമായിട്ടുള്ള എൻ്റെ സമ്പർക്കത്തിൽ നിന്ന് അവരറിയാതെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയൂ? ഈ കാർഷിക വ്യവസ്ഥിതി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തിനാണ് നമുക്ക് കാർഷിക വ്യവസ്ഥിതി? എത്ര പ്രാധാന്യമുള്ള കാര്യമാണോ? അവർ ചിന്തിക്കുന്നത് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറികൾ ഇറക്കുമതി ചെയ്തുകൂടെ എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നാം വാങ്ങുമ്പോൾ നമ്മുടെ ഭൗതിക സമ്പത്ത് അവിടേക്ക് ഒഴുകിപ്പോവുകയും നമ്മൾ
ശോഷിച്ചു വരികയും അവർ നന്നായി വരികയും ചെയ്യും. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട പാഠം. അപ്പോൾ അത് കാർഷിക മേഖലയെ പാടെ അവഗണിച്ചിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ. ഇത് ഇടതുപക്ഷക്കാരായ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ട കാര്യമാണ്. പച്ചക്കറി അരിയൊക്കെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടില്ല. ഇതാണ് ഒരു ദിവസം മന്ത്രി സജി ചെറിയാൻ്റെ വായിൽ നിന്ന് വന്ന വാചകവും, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന കാർഷിക മേഖലയെ അവഗണിക്കുന്നു എന്ന് ഞങ്ങൾ കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ സമരം നടത്തിയിട്ട് ഈ സർക്കാർ ഇരിക്കാനുള്ള ഒരു പ്രയോജനമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാർഷിക മേഖലയുടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് മലയോര മേഖലയിലെ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ കാട്ടാന ആക്രമിച്ചിട്ട് ഒരാൾ മരിച്ചാൽ അതിൻ്റെ അടിയിൽ കുരിശ് കൃഷിക്കാർ കാട്ടിൽ കയറി കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആനകൾ കുരിശ് കൃഷിക്കാരെ കൊല്ലുന്നത്. പക്ഷെ ആനയ്ക്കും പുലിക്കും കൊല്ലുമ്പോൾ ജാതി മതവും നോക്കാറില്ല എന്ന് ഓരോ ദിവസം ചെല്ലും തോറും മനസ്സിലാവുന്നുണ്ട്. കാരണം മുസ്ലിമിനെയും കൊല്ലും, ആദിവാസിനെയും കൊല്ലും, ക്രിസ്ത്യാനിനെയും കൊല്ലും, ഹിന്ദുവിനെയും കൊല്ലും. അത് കൃഷി നശിച്ചു പോയി. അതാണ് ലോകത്തിലെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഭക്ഷ്യ കയറ്റുമതി രാജ്യമായിരുന്ന റഷ്യ 1930-35 ആകുമ്പോഴേക്കും ഏറ്റവും വലിയ ഭക്ഷ്യ ഇറക്കുമതി രാജ്യമായി മാറി. കേരളം ഒരു കാലത്ത് കുട്ടനാട് പോലെ പാലക്കാട്, തൃശ്ശൂർ കോൾപ്പാടങ്ങൾ മുതലായവയിലൂടെ കാർഷിക സമ്പന്നമായിരുന്ന കേരളം ഇന്ന് ഇറക്കുമതിയാണ് എല്ലാ സാധനങ്ങളും, വേപ്പിൻ്റെ ഇല പോലും. പക്ഷെ അതിൽ അത്ഭുതം ഇതാണ്, കൃഷിമന്ത്രി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു. അതിന് വല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രിയമുള്ളവർ, ഇതാണ് കൃഷി. എന്താണ് കേരളത്തിലെ സർക്കാരിന് പൈസയില്ലാത്തത്? കേരളത്തിലെ സർക്കാരിന് മാത്രമേ ശമ്പളം പെൻഷനും കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. കർണാടകയ്ക്കും തമിഴ്നാടിനും ബുദ്ധിമുട്ടില്ലേ? എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത്? അത് കേരളത്തിലെ വ്യവസായങ്ങൾ കംപ്ലീറ്റ് തകർന്നു പോയി. അപ്പം എന്നോട് ഒരു ഇടതുപക്ഷ സുഹൃത്ത് പറയാണ്, സാറേ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള പൊതുബോധം അങ്ങനെയാണ്, കേരളത്തിലെ വ്യവസായങ്ങൾക്ക് വിരുദ്ധമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളതെന്ന് ഇവിടെ സൃഷ്ടിച്ച പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വ്യവസായികൾ വരാൻ മടിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പൊതുബോധം അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതല്ല, ചരിത്രത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് പൊതുബോധം. ഞാൻ ഇങ്ങനെ ഓരോ നിരീക്ഷണങ്ങൾ എവിടെ ആരംഭിച്ചു എന്നുള്ളതിൻ്റെ പഠനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉദാഹരണം കണ്ടത്, ഒരു അറേബ്യൻ ചിന്തകനാണത്ര ആദ്യം പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ആ പരീക്ഷണം ഇതാണ്: ഒരു കൂടിനെ, ഇരുമ്പ് കൊണ്ടുള്ള കൂടിനെ 2 ഭാഗമാക്കി മാറ്റി. അതിലൊരു കൂട്ടിൽ സിംഹത്തെ ഇട്ടു, മറ്റേ കൂട്ടിൽ ഒരു ആടിനെ ഇട്ടു. സിംഹത്തെ കാണാത്ത വിധത്തിൽ ഒരു ആടിനെ ഇട്ടു. ഈ സിംഹത്തെ കാണുന്ന ആടിന് തീറ്റ ഇട്ട് കൊടുത്തു, സിംഹത്തെ കാണാത്ത ആടിന് തീറ്റ ഇട്ട് കൊടുത്തു. സിംഹത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഈ ആടിന് ഈ പുല്ല് തിന്നാൻ പറ്റണില്ല. എന്താ കാരണം? ഈ കൂട്ടിൽ നിൽക്കുന്ന സിംഹത്തെ കണ്ട് പേടിച്ചിട്ടാണ്. അപ്പൊ ആ പേടി മൂലം ഈ ആടിന് എന്ത് ചെയ്യാൻ പറ്റണില്ല, തിന്നാൻ പറ്റണില്ല. അങ്ങനെ സിംഹത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആട് പട്ടിണി കിടന്ന് മരിച്ചു. സിംഹത്തെ കാണാത്ത ആട് പുല്ല് സുഖമായിട്ട് തിന്ന് ജീവിച്ചു. അപ്പൊ കേരളത്തിലെ വ്യവസായം ഇറക്കാൻ വരുമ്പോൾ ചിലര് കണക്കുകൾ നിരത്തിയിട്ടുണ്ട്. ബോംബെയിലുള്ളതിൻ്റെ സമരത്തിൻ്റെ അളവും കേരളത്തിലെ ഉള്ള സമരത്തിൻ്റെ അളവും പരിശോധിക്കുമ്പോൾ കേരളത്തിൽ സമരം ബോംബെയിലെ സമരത്തേക്കാൾ കുറവാണ്. അതുകൊണ്ട് തൊഴിൽ സമരങ്ങളാണ്
കേരളത്തിൽ വ്യവസായം വരാത്തതിൻ്റെ കാരണമെന്ന ആരോപണം തെറ്റാണ്. പ്രിയമുള്ളവരെ, ബോംബെയിൽ ഇഷ്ടം പോലെ ഫാക്ടറികളാണ്. അപ്പോൾ അവിടെ 10 കമ്പനിയിൽ സമരം ഉണ്ടായാൽ ഇവിടെ സമരം നടത്തി കമ്പനികൾ ഇല്ലാതായി. നിങ്ങൾ പഴയ മലയാളം സിനിമകൾ കാണുക, അടിമകൾ ഉടമകൾ, അതാ തൊഴിലാളി സമരം ചെയ്യണു, അതിൻ്റെ പിറകിൽ തൊഴിലാളി നേതാക്കന്മാർ കുടിച്ച് ബൂസായി അവരുടെ പ്രതികാരവും ചതിയും വഞ്ചനയും നടത്തുന്നു. ആ സിനിമകൾ ഇവിടെ നടന്നത് കണ്ടിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. വരവേൽപ്പ് സിനിമ കണ്ടിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു കാലത്ത് നടത്തിയ തൊഴിലാളി സമരങ്ങളും ആ സമരങ്ങളുടെ അനന്തരഫലമായിട്ട് തകർന്ന ഫാക്ടറികളുടെയും ചരിത്രം കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുക. അപ്പോൾ എന്താണ് ഒരു ഉൽപാദകൻ്റെ മനസ്സിലുള്ള ആശങ്ക എന്താണ്? അവന് വേണ്ടത് അവൻ പണമിറക്കിയാൽ ദീർഘകാലത്തേക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പ് അവനുണ്ടെങ്കിൽ, ലോങ് ടേം എക്സ്പെക്റ്റേഷൻ എന്നാണ് ഇതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. അതറിയണമെങ്കിൽ വേറെ പുസ്തകമൊന്നും വായിക്കണ്ട. ജോൺ മെയ്നാർഡ് കെയ്ൻസ് എഴുതിയ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന പുസ്തകത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു നിക്ഷേപകന് നിക്ഷേപം വ്യവസായത്തിൽ നിക്ഷേപിക്കാൻ ആവശ്യമുള്ളത് ലോങ് ടേം എക്സ്പെക്റ്റേഷൻ ആണെന്ന്, ഷോർട്ട് ടൈം അല്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഓരോ കുട്ടിയുടെയും മനസ്സിൽ ഈ സിനിമകളും ഈ സമരങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന ഫാക്ടറികൾ അടച്ചുപൂട്ടിയതിൻ്റെയും ചരിത്രം അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്. അപ്പോൾ അതാണ് അവന് ഭയം. ആ ഭയത്തെ അതിജീവിക്കുക. അതായത് സിംഹത്തിൻ്റെ മുന്നിലേ ആട് ഭക്ഷണം കഴിക്കാൻ പേടിച്ച് നിൽക്കണ പോലെയാണ് ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ വ്യവസായികൾ നിൽക്കുന്നത്. അപ്പം ആ ഭയം മാറ്റാനായിട്ട് ഇടതുപക്ഷത്തിന് പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ്. ആ ഭയം മാറ്റാൻ ഇടതുപക്ഷത്തിന് പറ്റാത്തത് കൊണ്ട് വ്യവസായങ്ങളില്ലാത്തത് കൊണ്ട് നികുതി വരുമാനമില്ലേ? കേരളത്തിലെ GDP കൂടുന്നത് എങ്ങനെയാണ്? റെമിറ്റൻസ് വഴിയായിട്ടാണ് കേരളത്തിൽ വരുമാനം ഉണ്ടാവുന്നത്. വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർ പൈസ കൊണ്ടുവരുന്നു. ആ പൈസ കാരണം ജനങ്ങൾ സമ്പന്നരാണ്, പക്ഷെ സർക്കാർ പാപ്പരാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ പാപ്പരാണ്, പക്ഷെ വ്യവസായം ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് നികുതി വരുമാനം ലഭിക്കുന്നത് കൊണ്ട് അവിടുത്തെ സർക്കാരുകൾ സമ്പന്നമാണ്. അപ്പം കേരളത്തിൽ ഇടതുപക്ഷം സ്വകാര്യ മൂലധനത്തെ ശാപമായി കാണുന്നത് കൊണ്ട്, അതാണ് ഇടതുപക്ഷ ബദൽ. സ്വകാര്യ മൂലധനം ശാപമാണ്. അപ്പോൾ ആ സ്വകാര്യ മൂലധനത്തിന് പകരം ഇടതുപക്ഷം ചിന്തിക്കുകയാണ്, ഈ മൂലധനം സാമൂഹിക മൂലധനമാണെങ്കിൽ, പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പുണ്യമാണ്. സ്വകാര്യ മൂലധനമാണെങ്കിൽ പാപമാണ്. ഈ ഒരു ചിന്തയാണ് ഇടതുപക്ഷ ബദൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സർക്കാർ കോളേജാണെങ്കിൽ നല്ലതാണ്, സ്വകാര്യ കോളേജാണെങ്കിൽ മോശമാണ്. ശരിയാണ്, സർക്കാർ കോളേജിലെ അധ്യാപകരും സർക്കാർ സ്കൂളിലെ അധ്യാപകരും സ്വകാര്യ സ്കൂളിലെ അധ്യാപകരെക്കാൾ മിടുക്കന്മാരുണ്ട്. പക്ഷേ ഗവൺമെൻറ് സ്കൂളിലും കോളേജിലും അവിടെ ഭരിക്കുന്നത് വിദ്യാർത്ഥികളാണ്, അധ്യാപകരല്ല. മാനേജ്മെൻറ്റിന് ഒരു റോളും ഇല്ലേ, ഡിസിപ്ലിൻ ഇല്ലേ. അപ്പം അധ്യാപകർക്ക് തന്നെ ഭയമാണ് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനായിട്ട്. കാരണം സിംഹം പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ഇത് ഡാറ്റ വെച്ചിട്ടാണോ പറയണേ, മറ്റേത് വെച്ചിട്ടാണോ പറയണേ, ഇതിന് തെളിവുണ്ടോ? കാരണം അവരുടേതല്ലാത്ത ആൾക്കാർ സംസാരിക്കുമ്പോൾ മുഴുവൻ തെളിവ് വേണം. MM മണി പറഞ്ഞു 1 2 3, ഒന്നാമത്തെ ആളെ കൊന്നു, രണ്ടാമത്തെ ആളെ കൊന്നു, മൂന്നാമത്തെ ആളെ കൊന്നു. അദ്ദേഹത്തിന് ഇത് പറയാനായിട്ട് തെളിവോട് കൂടിയിട്ടാണോ അദ്ദേഹം പറഞ്ഞത്? എന്താണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്?
അപ്പൊ ഈ മന്ത്രിമാര് തെളിവില്ലാതെ സംസാരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ മടിക്കുന്നവര് സാധാരണക്കാർ ചോദ്യം ചെയ്യുമ്പോൾ സാധാരണക്കാരെ ചോദ്യം ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ, തെളിവുണ്ടോ, എവിടെ നോക്കിയിട്ടാ പറയണേ, താങ്കൾ ഇത്ര വലിയൊരു പ്രൊഫസറല്ലേ എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ അവർ കഴിച്ചുകൊണ്ടില്ലേ. അപ്പൊ ആ ഭയത്തിന്റെ മുമ്പിലാണ് ജനങ്ങള്, അത് കോളേജിലായാലും സ്കൂളിലായാലും അധ്യാപകരെ ഭയത്തിന്റെ മുമ്പിലാണ് നിർത്തിയിരിക്കുന്നത്, ജനത്തിനെ ഭയത്തിന്റെ മുമ്പിലാണ് നിർത്തിയിരിക്കുന്നത്. അത് ശീലമാക്കിയവർക്ക് അത് ഭയമാണെന്ന് തോന്നില്ലേ. പക്ഷേ പൈസ ഇറക്കുന്നവര് ചിന്തിക്കും, ലോങ് ടേമിൽ ഇത് എനിക്ക് റിട്ടേൺ കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ അവർ വ്യവസായം തുടങ്ങില്ലേ. അതാണ് കേരളത്തിൽ വ്യവസായം വളരാത്തത്. അതുകൊണ്ടാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത്. അപ്പൊ കേരളത്തിൽ തൊഴിലില്ലായ്മ, അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു എന്നതാണ് ഇവിടെ വ്യവസായം വളരുന്നില്ല എന്നുള്ളതിന്റെ തെളിവ്. വേറെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യമില്ല എന്ന് ഈ പറയണേ. പുകയുണ്ടെങ്കിൽ തീയുണ്ടാകാം എന്ന് പറയുന്നത് പോലെ തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം മൂലധന സ്വരൂപണം ഇല്ല. സർക്കാർ മൂലധനം ആണ് കടം വാങ്ങുന്നത്. അത് സർക്കാർ ദൈനംദിന പ്രവർത്തികൾക്ക് ഉപയോഗിക്കുകയാണ്. പിന്നെ എങ്ങനെയാ വികസനം ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ഇടതുപക്ഷത്തിലെ മന്ത്രിമാരോടോ പ്രവർത്തകരോടോ ആയിട്ടുള്ള എതിർപ്പായിട്ട് കണക്കാക്കാതെ സ്വകാര്യ മൂലധനത്തെ രൂപാന്തരപ്പെടുത്തി അതിനെ വ്യവസായവൽക്കരണം നടത്താനായിട്ട് 100% ഭയരഹിതമായൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇടതുപക്ഷത്തിന് പറ്റുമോ? അതോ ഞങ്ങളുടെ നേരെ കണ്ണുരുട്ടി നോക്കിയാൽ പാടത്ത് നടത്തിയ ജോലിയുടെ കൂലി വരമ്പത്ത് നൽകുമെന്ന് പേടിപ്പിച്ച് നിർത്തുന്ന ഒരു അധികാര കേന്ദ്രമായിട്ടാണ് തുടരാൻ നിങ്ങൾ തുടരുന്നതെങ്കിൽ ഈ കേരളം നന്നാവില്ല, വീണ്ടും നശിക്കുള്ളൂ. റഷ്യയുടെ അവസാന കാലഘട്ടത്തെക്കുറിച്ച് എഴുതാറുണ്ട്. എന്താണ് അവിടെ? കാർട്ടൂണാണ്. അതിലെഴുതിയിരിക്കുകയാണ്, അവർ കൂലി തരുന്നു എന്ന് അഭിനയിക്കുന്നു, ഞങ്ങളോ ജോലി ചെയ്യുന്നുവെന്നും. MBA പാസ്സായവരും MA പാസ്സായവരും PhD കിട്ടിയവരും 15,000 രൂപയ്ക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. ആ അവസ്ഥയെ മറികടക്കാൻ അപ്പോൾ അവരെ ചൂഷണം ചെയ്യാണ്. ഈ കേരളത്തിലെ സ്വകാര്യ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കാറൽ മാർക്സ് പറഞ്ഞതാണ്, 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് പകരം 12 മണിക്കൂറാക്കിയിട്ട് ജോലി ചൂഷണം ചെയ്യുന്നു. അതാണ് ഇന്ന് കേരളത്തിലെ സ്വകാര്യ ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഒന്നും ഇവർ ഇടപെടാതെ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം പരിശ്രമിച്ചാൽ കേരളം റഷ്യയുടെ സ്ഥിതിയിലേക്ക് വരും. കാർഷിക മേഖല തകർന്നു, മാത്രമല്ല വ്യവസായ മേഖലയും തകർന്നു, പുഴകളെല്ലാം മണൽ കയറി നശിച്ചു, വൃത്തിയുള്ള വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കണ്ടറിഞ്ഞ് സ്വകാര്യ സ്വത്ത് തിന്മയല്ല, സ്വകാര്യ സ്വത്ത് ഉപയോഗിച്ച് മൂലധന സ്വരൂപണത്തിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ സർക്കാരിന് ഉന്നതി ഉണ്ടാകുള്ളൂ, വരുമാനം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങളുടെ മേല് നികുതി ചുമത്തി അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് മാത്രമേ ഈ സർക്കാരിന് വരുമാനം ഉണ്ടാകുള്ളൂ എന്ന് അഭിപ്രായപ്പെടുകയാണ്. കിഫ്ബിയുടെ റോഡുകൾക്ക് ടോള് ഏർപ്പെടുത്താനുള്ള തീരുമാനം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ജനങ്ങളെതിരാവും. എനിക്ക് ടോള് വാങ്ങുന്നത് കൊണ്ട് ഞാൻ തെറ്റു പറയില്ല. പക്ഷേ ഇടതുപക്ഷം ഒന്ന് ആലോചിക്കണം. എന്താണ് ആലോചിക്കേണ്ടത്? ടോളിനെതിരെ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചവർ നിങ്ങളാണ്. വിദേശ യൂണിവേഴ്സിറ്റികൾക്കെതിരെ പ്രസംഗിച്ചവർ നിങ്ങളാണ്. സ്വാശ്രയ കോളേജുകൾക്കെതിരെ പ്രസംഗിച്ചവർ നിങ്ങളാണ്. കമ്പ്യൂട്ടറിനെതിരെ പ്രസംഗിച്ചവർ നിങ്ങളാണ്. ഒരു സ്റ്റേറ്റ് ഹൈവേ വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തത് നിങ്ങളാണ്. ആ നിങ്ങൾ തന്നെ ഇതെല്ലാം വേണമെന്ന് പറയുമ്പോൾ ചരിത്രത്തിലെ ചില കാര്യങ്ങൾ നടക്കേണ്ട കാലഘട്ടത്തെ നീട്ടി അതിൻ്റെ എല്ലാ ഫലത്തിനും ഇല്ലാതാക്കിയതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഞങ്ങളുടേതാണ്
എന്ന് പറയാനുള്ള ഒരു തുറവിയും കൂടി നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, റഷ്യയുടെ സ്ഥിതി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സ്വകാര്യ മൂലധനത്തെ വ്യവസായ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ലോങ് ടേം എക്സ്പെക്റ്റേഷൻ ജനങ്ങളിൽ വർദ്ധിപ്പിക്കാൻ വിധത്തിൽ ആടിനെയും സിംഹത്തെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള കൂട്ടിൽ നിന്ന് സിംഹത്തെ കാട്ടിലേക്ക് വിട്ട് ആടുകളെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിച്ചാൽ മതി എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി.